ഇതിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. എന്താണ്? ആ നാളുകളിൽ പലരും വന്ന് എന്നോട്, കർത്താവെ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നതിന് എന്നെ വിട്ട് പോകുകയും. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് ഒരു പക്ഷേ അവർക്ക് കൊടുത്ത ആ ഗിഫ്റ്റ് ദൈവം തിരിച്ചെടുക്കാഞ്ഞതുകൊണ്ട് അവർക്ക് പ്രവചിക്കാനും വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ഒക്കെ ഒരു പക്ഷേ കഴിഞ്ഞിരുന്നു. ആത്മാവില്ലാതെ തന്നെയും ഒരിക്കലും ഒരു ആത്മാവുള്ളവരാണ്, ഉണ്ടായിരുന്നവരാണ്. എന്നാൽ അത് തുടരുന്നതായ, ഞാൻ പറഞ്ഞല്ലോ, ഹോളി സ്പിരിറ്റ് ഈസ് ബോത്ത് എ ഗിഫ്റ്റ് ആൻഡ് എ ഗിവർ. ദ ഗിവർ ഗോസ്, ദ ഗിഫ്റ്റ് റിമെയിൻസ്. ഇതാ സംഭവിക്കുന്നത്. ആൻഡ് പവർ ടു പെർഫോം മിറക്കിൾസ് ഇറ്റ് കണ്ടിന്യൂസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് നമ്മൾ നോർമലി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? പലപ്പോഴും ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അത് നടക്കും. എന്തായി പറയുന്നു? ദൈവാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രവചിക്കാൻ പറ്റും? ദൈവാത്മാവ് ഇവിടെ കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആരാധിക്കുകയും പ്രവചിക്കുകയൊക്കെ ചെയ്യുന്ന, പിന്നെ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ പലരും ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് വേറെ ദിവസം പറയുന്നത്. ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രസന്റ് അല്ല. നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ സമ്മാനം, ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുക, ഗിഫ്റ്റ് ഐറ്റംസ്, ഗിഫ്റ്റ് ആർട്ടിക്കിൾസ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അവനെ ശക്തീകരിക്കേണ്ടതിന് അവൻ നിർവഹിക്കേണ്ട ഒരു പ്രവൃത്തി നിർവഹിക്കണമെങ്കിൽ അതിനുവേണ്ടി അവനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യം കൊടുക്കുന്നതിനാണ് വാസ്തവത്തിൽ ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഇസ് നോട്ട് എ റിവാർഡ്, ഇറ്റ് ഇസ് നോട്ട് എ പ്രസന്റ്, ഇറ്റ് ഈസ് ഗിവൺ ടു സ്ട്രെങ്തൻ യു ടു അക്കംപ്ലിഷ് യുവർ മിഷൻ. നിങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഇതിനെ ഒരു പ്രസന്റ് ആയിട്ടോ റിവാർഡായിട്ടോ കാണാൻ പാടില്ല. ദൈവാത്മാവ് നമുക്ക് ദാനങ്ങളെ നൽകുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നു അത് നിർവഹിക്കാനായിട്ട് നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റ് നോർമലി പെട്ടെന്ന് തിരിച്ചെടുക്കത്തില്ല. ഈ ആത്മബലങ്ങൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, അതായത് ഒരു നിമിഷം നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരു തെറ്റിലേക്ക് നമ്മൾ വീണ് പോയി, അന്നേരം പെട്ടെന്ന് ഗിഫ്റ്റ് അങ്ങ് എടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ അനുഭവിച്ചു, തിരിച്ചു വരുന്നു, അന്നേരം പെട്ടെന്ന് ഗിഫ്റ്റ് നമുക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പല പ്രാവശ്യം നമ്മളെ ഇന്ന് ഗിഫ്റ്റ് എടുക്കുകയും തരികയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. പക്ഷെ ദൈവാത്മാവ് അങ്ങനല്ല ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും തന്നാൽ അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പം ഞാൻ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നതിന്റെ മനസ്സിലാക്കാൻ, ഇപ്പൊ എന്റെ മോൾക്ക് ഞാൻ യൂണിഫോം കൊടുക്കുകയാണ് സ്കൂളിൽ പോകാൻ. നമുക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതൊരു യു ക്യാൻ സേ ഇറ്റ് ഇസ് എ പ്രസന്റ്. ആ ഗിഫ്റ്റ് എന്നുള്ള വേദപുസ്തകപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ യൂണിഫോം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ അവർക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് ഇസ് മൈ ഗിഫ്റ്റ്. വേദപുസ്തക പ്രകാരം പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കൊടുത്തു. അവള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവൾ കുറച്ച് റിബല്യസ് ആയിട്ട് എന്നോട് ധിക്കാരപരമായിട്ട് ഇടപെടുകയാണെന്ന് വെച്ചു. ധിക്കാരപരമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം പകല് എന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി, ഉടനെ ഞാൻ സന്ധ്യയ്ക്ക് വിളിച്ചു, നീ എന്നെ അനുസരിക്കുന്നില്ലേ, എവിടെയാണ് ഞാൻ വാങ്ങിച്ചു തന്ന ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയി ഇവിടെ, ആ ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ തന്ന ഗിഫ്റ്റ് എല്ലാം ഇങ്ങ് കൊണ്ടുപോകാൻ ഞാൻ പറയും. നോർമലി ഞാൻ പറയത്തില്ല. ഈ അണ്ടർസ്റ്റാൻഡ്? ഞാൻ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. നമ്മൾ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കൊച്ചെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ചെറിയ തെറ്റോ വലിയ തെറ്റൊന്നും ആട്ടെ, അന്നേരം നമ്മൾ ആദ്യം ചെയ്യുന്നത് കൊച്ചിന്റെ യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും തിരിച്ചു വാങ്ങിക്കുകയാണോ? ആണോ? അല്ല. കാരണം ഇവിടെ കുഞ്ഞ് എന്റെ മകളാണ്, അതുകൊണ്ട് അവൾ തെറ്റ് തിരുത്തുമെന്നും തിരികെ വരുമെന്നുമാണ് എന്റെ പ്രതീക്ഷ. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ കുഞ്ഞിന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവളെ നാണം കെടുത്തത്തുമില്ല. പിറ്റേ ദിവസം സ്കൂൾ അസംബ്ലി ചെന്ന് കഴിഞ്ഞിട്ട്, അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരെ ചെന്നിട്ട്, അറിയാമോ ഇവൾ ആരായി നിൽക്കുന്നതെന്ന്, എന്റെ മോളാ, എന്നാൽ എനിക്ക് പറയാതിരിക്കാൻ മേല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവളുടെ തെറ്റുകൾ മുഴുവൻ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നില്ല. ഞാൻ വാസ്തവത്തിൽ അവളുടെ തെറ്റ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കത്തുള്ളൂ, ഹൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? I hope that she will come back. I hope she will come to the normal living. I hope she will love me later, or she will come back to me later. വീണ്ടും എന്റെ അടുത്തേക്ക് മടങ്ങി വരുമെന്നും എന്റെ സ്നേഹത്തിലേക്ക് അവൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതുപോലെയാണ് കർത്താവ് വസ്തുത ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ പാപത്തിൽ വീണ് പോയാലും പെട്ടെന്ന് തന്നെ ദൈവം നമ്മളൊരു പരിഹാസപാത്രമാക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്ത ഓരോ തെറ്റും പിറ്റേ ദിവസം കർത്താവ് അങ്ങ് വെളിപ്പെടുത്തി കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ എന്തൊരു ഗതികളായിരുന്നു അല്ലേ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ പറ്റുമെങ്കിലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എത്രയോ തെറ്റുകളെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറച്ചു വെക്കുന്നത്? നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് മാറുമെന്നും തിരിച്ചു ചെല്ലുമെന്നും ഉള്ള ദൈവത്തിന്റെ പ്രതീക്ഷയിൽ ദൈവം എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ പാപങ്ങളെപ്പോലും കർത്താവ് എന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പാപത്തിന്റെയും സമയത്ത്
കർത്താവ് എന്ത് ചെയ്യുന്നില്ല? എന്റെ ഗിഫ്റ്റിനെയോ അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങളെയോ എടുത്തു കളയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് എന്നാൽ നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തരുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം അവനൊരു ആത്മാവാണ്, അവൻ വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ ചെയ്യുന്നത് എന്റെ കൂടെ നടക്കുകയാണ്. എന്നാൽ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോകുമ്പോൾ എന്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചായക്കട കയറുമ്പോൾ ചിലപ്പം പരിശുദ്ധാത്മാവ് കൂടെ വന്നിരുന്നും ഇരിക്കും. പക്ഷെ ചായക്കട കയറിയാൽ ഉടനെ പരിശുദ്ധാത്മാവിന്റെ കൂടെ വരണമെന്ന് നിർബന്ധമില്ല, ഇല്ലേ? ആത്മാവ് എന്റെ കൂടെ ഞാൻ പോകുന്നിടത്തെല്ലാം വരത്തില്ല. എന്നാൽ വഴി തെറ്റി ഞാൻ പോകുമ്പോൾ അവൻ എന്ത് പറയുന്നുണ്ട്? മോനെ, ദാറ്റ് ഇസ് നോട്ട് വേ, കം ബാക്ക്. അവൻ പറഞ്ഞ് വഴി ഞാൻ എവിടുന്ന് തെറ്റിയോ അവിടെ പോയി നോക്കിയിരിക്കുകയാണ്. കുറച്ചു നേരം നോക്കിയിരിക്കുകയാണ്. നോക്കി നിന്ന് ഞാൻ മടങ്ങി വരുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിരിക്കാൻ. മടങ്ങി വന്നു കഴിഞ്ഞാൽ ചേർക്കാനും പരിശുദ്ധാത്മാവിന് എത്ര വലിയ പ്രയാസമാണ്. നമ്മളെല്ലാം ഓരോ ദിവസവും അനുഭവിക്കുന്ന കാര്യമാണല്ലേ. ഇതൊന്നും ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം അനുഭവിക്കുന്ന കാര്യമാണ്. എത്രയോ പ്രാവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ, താഴ്ചകൾ, പാവങ്ങൾ, വെറും വീഴ്ചയും താഴ്ചയും മാത്രമൊന്നുമില്ല, പാവങ്ങൾ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും അല്ലേ നമ്മൾ എല്ലാത്തിനെയും അങ്ങ് ലൈറ്റായിട്ട് എടുത്ത് ബലഹീനത, വീക്ക്നെസ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനൊന്നുമല്ല. പാപത്തെ പാപം എന്ന് തന്നെ വിളിക്കണം, അല്ലാതെ വിളിക്കണ്ടേ. when you call sin with another name, you are lying. ഒരു സ്ത്രീ ഒരിക്കൽ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം? അതെനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന സ്വഭാവം. പിന്നെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്ത്രീ ചോദിച്ചു, അതിന് പാസ്റ്റർ ഞാൻ ഒന്ന് വലിയ കാര്യമായിട്ട് എന്റെ ഒരു ബലഹീനത വന്ന് പറഞ്ഞപ്പം പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. പാസ്റ്റർ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം എനിക്ക് കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയണം. കാര്യം എക്സാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളമാണ്. അതുകൊണ്ട് അല്ലാതെ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അതിശയോക്തി എന്ന് പറഞ്ഞൊന്നും അതിന്റെ വില കുറയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ സിൻ. അതൊരു പാപമാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാകണം ആദ്യം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? നമ്മളെ പ്രശ്നം എന്നറിയാമോ? നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്? ബലഹീനതയാണ്. വി നെവർ വാണ്ട് ടു കോൾ ഇറ്റ് എ സിൻ. വി സേ സം വീക്ക്നെസ്. ഇല്ല, അങ്ങനെ വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിൻ ഇസ് സിൻ ആൻഡ് ഓൾവേസ് കോൾ സിൻ എ സിൻ. അങ്ങനെ ഞാൻ പറഞ്ഞത്, അങ്ങനെ പാപാവസ്ഥയിൽ നമ്മളായിരുന്നപ്പോൾ പോലും കർത്താവ് എന്ത് ചെയ്തില്ല? നമ്മളെ പരിഹാസപാത്രമാക്കിയില്ല. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളഞ്ഞില്ല. നമ്മിൽ വസിച്ചുകൊണ്ടിരുന്ന ആത്മാവിനെ നമ്മിൽ നിന്ന് അവൻ മാറ്റിക്കളഞ്ഞില്ല. പക്ഷേ അതിനർത്ഥം അവൻ നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആണെന്നല്ല. അതിനർത്ഥം കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്നല്ല. നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാം? പാപം ചെയ്തതിന് ശേഷം അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ദാറ്റ്സ് ഓക്കെ, ദൈവം അതിനെക്കൂടെ അങ്ങ് അഭിഷേകം ചെയ്തെന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ആ അഭിഷിക്ത ഭാവമായിട്ട് പിന്നെ അങ്ങ് നമ്മുടെ മനസ്സിൽ കിടക്കുക. നോ, നെവർ. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വഞ്ചിക്കപ്പെടരുത്. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവ് പോയാലും ശക്തി പ്രകടിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സ്റ്റേജ്. വഴിതെറ്റി നടക്കുമ്പോഴും ദൈവാത്മാവ് നമ്മളിൽ പകർന്ന ശക്തി കുറെ കാലത്തേക്ക് നമുക്ക് ഉപയോഗിച്ചേക്കാം. കുറെ കാലത്തേക്ക് നമ്മൾ ഫാൻ, ഒരു സീലിംഗ് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കറണ്ട് പോയാലും കുറെ നേരം കൂടെ എന്ത് ചെയ്യും? അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇൻ ബിറ്റ്വീൻ കറണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയ കാര്യം തന്നെ നമ്മൾ അറിയത്തില്ലെന്നിരിക്കും, അല്ലേ? പക്ഷേ പിന്നെ ഒരിക്കലും നമ്മൾ ആ ഇലക്ട്രിക് പവറുമായിട്ട് ലിങ്ക് ആവുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രാജുവലി പവർ ഈസ് ഓൾറെഡി ഗോൺ. പക്ഷേ ഫാൻ നിൽക്കുന്നത് ചിലപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും. ടൈം എന്നതുപോലെ ദൈവാത്മാവ് നിന്ന് വിട്ടുപോയ മനുഷ്യനും പലപ്പോഴും അവൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ആത്മാവിനെ പ്രവർത്തിച്ചവൻ, ആത്മാവിനെ പ്രാപിച്ചവൻ പാപം ചെയ്താൽ ആത്മാവ് അവന്റെ കൂടെ നടക്കത്തില്ല. എന്നാൽ കൃപാവരങ്ങളെ ഒറ്റയടിക്കാൻ എടുത്തു കളയുകയോ നമ്മളെ നാണം കെടുത്തുകയോ ചെയ്യുന്നില്ല. ദൈവകൃപയാണ് അവിടെ നമ്മുടെ മടങ്ങി വരവിനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ദൈവാത്മാവ് പോയി കഴിഞ്ഞാൽ മത്സരിക്കുന്നവരുടെ മേൽ ദൈവാത്മാവ് പോയി കഴിഞ്ഞാൽ ദുരാത്മാവിനെ ദൈവം അയക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ദൈവം അതിനെ അനുവദിക്കുന്നുള്ളൊരു വാസ്തവമാണ്. നമ്മള് ശൗലിന്റെ ജീവിതത്തിലെ വാസ്തവത്തിൽ മറ്റ് ന്യായാധിപന്മാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിക്കുന്നു. മറ്റ് ന്യായാധിപന്മാരൊക്കെ ദൈവാത്മാവിനെ വിട്ട് മറ്റ് പാപപ്രവൃത്തികളിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും ശരിക്കും ശൗലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശൗൽ എന്ത് ചെയ്യുന്നുണ്ട്? ശൗല് പൂർണ്ണമായിട്ട് ദൈവ വഴി വിട്ടു പോവുക മാത്രമല്ല, എന്താണ് അവൻ ശമൂവേലിനെയും ദാവീദിനെയും അവന് കൊല്ലാൻ പരിശ്രമിക്കുകയും, വേറെ രീതി പറഞ്ഞാൽ ദൈവാത്മാവിനോടും ദൈവത്തോടും ദൈവത്തിന്റെ അഭിഷിക്തനോടും അല്ലെ ദൈവാലോചനയോടും ദൈവദാസനോടും ദൈവത്തോടും മറുത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ മറുത്തു നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവന്റെ പതന കാരണത്തെക്കുറിച്ച് 1 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്നും എനിക്ക് ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അതായത് ഈ ഒരു വാക്യത്തിൽ അതിന്റെ മുഴുവനായിട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. 1-ാം അധ്യായം 1 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും, നമുക്ക് ആരോട് ചെയ്ത അതിക്രമമാണ്?
യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അല്ലേ? അവൻ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായി. മറ്റ് ആളുകൾക്കൊക്കെ ഒരു പരിധി വരെ they fell into sin, they were falling. But ശൗലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. He was rebellious. He somehow wanted to do all the things against God, and he was അവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നില്ല. അവന് ശൗലിനോട് ഞാൻ നിന്നെ ഒരു നാളും കൊല്ലുകയെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് അവൻ എന്ത് ചെയ്യുന്നത്? ശൗല് ദാവീദിനോട് ഞാൻ നിന്നെ ഒരു നാളും കൊല്ലുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അധികാരം അതുപോലെ അവന്റെ തലയ്ക്ക് പിടിച്ചു പോയി. അല്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ശമൂവേലിനോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ബെത്ലഹേമിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഇശ്ശായിയുടെ പുത്രനെ എനിക്ക് രാജാവാക്കണം. ഇത് കേട്ടപ്പോൾ ശമൂവേൽ എന്നാ പറയുന്നത് അറിയാമോ? ഞാൻ പോകത്തില്ല, ശൗൽ അറിഞ്ഞാൽ എന്നെ കൊല്ലുവന്നു. 2 കൊല്ലം മുമ്പ് ഇവനെ ഓടിച്ചിട്ട് പിടിച്ച രാജാവാക്കിയത്. അതാലോചിക്കണം. ഇവൻ രാജാവാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ സാമാനങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. രാജാവാകാൻ പറഞ്ഞപ്പോൾ പോയി ഒളിച്ചിരുന്നവൻ ഇപ്പോഴ് 2 കൊല്ലമായുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരവനെ രാജാവാക്കിയോ അവനെ കൊല്ലുവന്നു. എന്തുകൊണ്ടാ? അവൻ യഹോവയുടെ അഭിഷിക്തനായതുകൊണ്ടും യഹോവയുടെ ആത്മാവ് അവനെ നിയന്ത്രിച്ച് നടത്തുന്നു എന്ന കാരണത്താൽ അവനെ കൊല്ലാൻ തയ്യാറാകുന്ന സ്ഥിതി. മേ ബി വിൽ തിങ്ക് ഇറ്റ് ലേറ്റർ. അത് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കളയാണ്. പക്ഷെ ഇവിടെ ശൗലിന്റെ ആ പതനം വളരെ എന്താണ്? ആദ്യം നമ്മൾ വായിച്ച് 10-ാം അധ്യായം 1 ശമൂവേൽ 10-ാം വാക്യത്തിൽ അവൻ ആത്മാറിയവനെ പോലെയായി. 10-ാം വാക്യത്തിൽ ദൈവം അവന് വേർ ഹൃദയം കൊടുത്തു. ആൻഡ് ചാപ്റ്റർ 10:10 അവൻ പ്രവചിച്ചു എക്സ്റ്റസി. 11-ന്റെ 6-7 വാക്യങ്ങളിൽ രാജാവാകാൻ വിളിച്ചപ്പോൾ ഒളിച്ചിരുന്നു, എന്നാൽ യുദ്ധം ചെയ്യാൻ ചാടിപ്പുറപ്പെടത്തക്ക രീതി ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പെട്ടെന്ന് അവിടെ തൊട്ട് താഴോട്ട് ഡിറ്ററേറ്റിംഗ് സ്റ്റേജാണ്. 13-ാം വാക്യത്തിൽ അവൻ കൽപ്പനകളെ പ്രമാണിക്കായതുകൊണ്ട്, 15-ാമത്തെ 24-ാം വാക്യത്തിൽ അവൻ ജനങ്ങളെ ഭയപ്പെടുകയാണ്, 15-ന്റെ 30 അവൻ ജനത്തെ പ്രീതിപ്പെടുത്തുകയാണ്, 16-ന്റെ 14 the spirit departs and evil spirit has come upon him. അവൻ നിന്ന് ആത്മാവ് പോയി, ദൈവത്തിന്റെ ആത്മാവ് പോയി. യഹോവ അയച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ അനുവദിച്ചിട്ട് എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ്. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഫ്രീ ആവുകയാണ്. ഫ്രീ ആയി കഴിഞ്ഞാൽ നോർമലി ഫ്രീ ആയി കിടക്കുന്ന എവിടെയും എന്താ? പിശാചിന് കയറിയിരിക്കാനുള്ള ഒരു ഇടമാണ്. ഗോഡ് അലൗസ്. യഹോവ നിഷേധിച്ചു, ദൈവം തന്റെ ആത്മാവിനെ തിരിച്ചെടുത്തു. രണ്ടും കൂടെ ഒരിക്കലും പോകത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, രണ്ടും കൂടെ ഒരിക്കലും പോകത്തില്ല. ദൈവാത്മാവ് നിറഞ്ഞവൾ, ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാനുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവാത്മാവ് ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പം സംശയിച്ച് എന്റെ അടുത്ത് കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത്രയും നമ്മൾ പരിശുദ്ധാത്മാവിനൊക്കെ നിറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ദുരാത്മാവ് പോലും വരുമോ കയറുമോ എന്നുള്ള പേടി. നാച്ചുറലി ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ വേദോസം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഇത് രണ്ടും കൂടി ഒരിക്കലും വളർത്തിരിക്കത്തില്ലെന്ന് അല്ലേ? ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് then certainly you never should fear that the evil spirit can touch you. If you are filled with the Holy Spirit, that is an assurance that you will never be touched by an evil spirit. എന്നാൽ അതിനെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് പറ്റില്ല. മത്തായി സുവിശേഷം 12-ാം 43 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു ഉപമയിലൂടെ പറയുന്ന ഒരു കാര്യം അതാണ്. എന്താണ്? ആത്മാവ് അശുദ്ധാത്മാക്കളെല്ലാം പുറത്താക്കി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് അപ്പോൾ പുറത്തു പോയ ആത്മാവ് എന്ത് ചെയ്തു? കുറെ അടുത്ത് നോക്കിയിട്ട് സ്ഥലമൊന്നും കണ്ടില്ല. അവൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയാക്കി ഫ്രീ ആയിട്ട് എംറ്റി ആയിട്ടിരിക്കുന്നത് കണ്ടു. എന്നിട്ട് എന്നാൽ ഇവിടെ നിന്ന് താമസിച്ചേക്കാമെന്ന് വെക്കുകയല്ല അവൻ ചെയ്യുന്നത്. എടാ കണ്ടോ, സ്ഥലമില്ലാതെ അരഞ്ഞു നടക്കുന്ന ഒത്തിരി എണ്ണം ഉണ്ട്. നമ്മുടെ കൂട്ടുകാർ കുറെ പേരുണ്ട്. അവരെ കൂടെ കൊണ്ടുവരാമെന്ന് വെച്ചുകൊണ്ട് വേറെ 7 എണ്ണത്തിനും കൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അശുദ്ധാത്മാക്കൾ പുറത്താക്കുന്നത് മാത്രമല്ല കാര്യം. എന്താണ്? യു ഹാവ് ടു ഫിൽ ഇറ്റ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതർവൈസ് എന്താ സംഭവിക്കുന്നത്? അശുദ്ധാത്മാവിനോട് കയറിയിരിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുകയാണ്. സോ ഓൾവേസ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇനി ഒത്തിരി പെട്ടെന്ന് ഞാൻ പോവുകയാണ്. പുതിയ ഒരു സിസ്റ്റം, പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇസ്രായേലിലെ ഇതുവരെ രാജാക്കന്മാരുടെ കാലമല്ലായിരുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടം വരുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പുതിയ സിസ്റ്റം അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നിഷ്കന്മഷ യുഗം മുതൽ നോഹ വരെ ദൈവം എന്ത് ചെയ്തു? ഞാനത്